ക്വാളിറ്റി, പെർഫോമൻസ്, ലോങ്ജിവിറ്റി, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എപ്രകാരം അത് നിൽക്കുന്നു, ഇതെല്ലാം നോക്കുമ്പോൾ വർത്താണ്. ഇമ്പീരിയൽ വാലിയുടെ അതേ സെയിം മണം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഗിസ ഇമ്പീരിയൽ വാലി നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അത്യാവശ്യം വിലയുള്ളൊരു പെർഫ്യൂമാണ് ഇമ്പീരിയൽ വാലി. അറൗണ്ട് ഒരു 10,000 അടുപ്പിച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത്. ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തു, ഡീക്കൻറ്റും കൊടുത്തു, പലർക്കും അത് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പൊ 10,000 രൂപ മുടക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർഫ്യൂം. 1,700 രൂപയുള്ളൂ. പാരീസ് കോർണർ ഖയർ ബ്ലാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഗിസ ഇമ്പീരിയലിന്റെ ഇൻസ്പയർഡ് വെർഷനാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പൊ ഖയറിന്റെ 2-3 പെർഫ്യൂം നമ്മൾ റിവ്യൂ ചെയ്തു, എല്ലാം വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ, നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, പെർഫോമൻസും ഉണ്ട്, നല്ല മണവും ഉണ്ട്. ഓക്കെ, ബോക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ ഇൻഗ്രീഡിയന്റും കാര്യങ്ങളും ബാച്ച് കോഡും കാര്യങ്ങളും താഴെയുണ്ട്. മെയ്ഡ് ഇൻ UAE, നമ്മുടെ ലോഗോ കാണാം, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഖയർ പിസ്താഷ്യോ ചെയ്തപ്പോൾ അതിന്റെ ബോട്ടിൽ എങ്ങനെയാണോ ആ സെയിം ബോട്ടിലാണ്. അതൊരു പിസ്താഷ്യോ നിറത്തിലുള്ള ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അല്പം കൂടി ഒരു ലൈറ്റ് ഗ്രീനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ടിൻറ്റോട് കൂടി വരുന്ന ബോട്ടിൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ ആണ്, ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ്, തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പാരീസ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. സ്പ്രെയർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, മണം വരാൻ തുടങ്ങി. അതാണ് ഈ പെർഫ്യൂമിന്റെ പ്രത്യേകത. ബോട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, ഞാനത് അൺബോക്സ് ചെയ്തതേ ഉള്ളൂ, ട്രൈ ചെയ്തിട്ടേ ഇല്ല, പക്ഷെ മണം വരാൻ തുടങ്ങി. ഇനി ഇതിന്റെ പ്രൊഫൈലും കാര്യങ്ങളും പറയാം. മെയിൻ അക്കോർഡ്സ് ആയിട്ട് വരുന്നത് അരോമാറ്റിക്, ഗ്രീൻ, ഫ്രഷ്, സ്പൈസി, ഊത്ത്, സിട്രസ്, ലെതർ, മസ്കി, വുഡി, അനിമലിക്, ആംബർ. ഇനി നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ദവാന, ബെർഗാമോ, പിങ്ക് പെപ്പർ, അഗർവുഡ്, ഊത്ത്, ആംബർ, റോസ്മേരി, ലെതർ, വെട്ടിവർ, മസ്ക്. ഗിസ ഇമ്പീരിയൽ വാലി എന്താണോ അതാണ് ഈ പെർഫ്യൂം. അതിന്റെ ഇൻസ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉപന്യാസം പറയേണ്ട കാര്യമില്ല. അതിന്റെ അതേ മണം തന്നെയാണ് ഇതിനും ഉള്ളത്, അതേ പെർഫോമൻസ് തന്നെയാണ് ഇതിനും ഉള്ളത്. അപ്പോൾ അത്രയും 10,000 രൂപ മുടക്കി വാങ്ങാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫ്രഷ് പെർഫ്യൂം നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനും ലാസ്റ്റ് ചെയ്യണം, കൂടുതൽ പൈസ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ട്രൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്, പ്രഷർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രെയർ ആണ്. കണ്ടില്ലേ, അത്യാവശ്യം ദൂരേക്ക് ജ്യൂസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു സ്പ്രേ കൊണ്ട് നമ്മുടെ ഈ മുറി മുഴുവനും നിറയ്ക്കും. വലിയ ഹാളാണെങ്കിൽ കൂടിയും, അത്യാവശ്യം വലിയ സ്ക്വയർ ഫീറ്റോട് കൂടിയ വിസ്തൃതിയുള്ള മുറിയാണെങ്കിൽ കൂടിയ ആ മുറിയിൽ ആകമാനം തങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ മണം അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, പോട്ടന്റ് ആണ്, ഫ്രഷ് പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോങ്ജിവിറ്റി ആണ്, അതായത് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കുള്ള ഒരു ഉത്തരവാണ് ഈ ഒരു പെർഫ്യൂം. ആ പരാതി ഖൈറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യമില്ല. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. മണം എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഹെർബൽ അരോമാറ്റിക് ഫ്രഷ് സ്മെല്ലാണ്. ഇമ്പീരിയൽ വാലിയുടെ അതേ മണം ഇമ്പീരിയൽ വാലിയുടെ ഡീക്കൻറ്റ് വാങ്ങിയവർക്കറിയാം. അതൊരു 10,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊരു 1,700 രൂപ വരുന്ന പെർഫ്യൂം. മണം സെയിം ആണ്, ക്വാളിറ്റി ഏതാണ്ട് സെയിം തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും അല്ലെങ്കിൽ ഇമ്പീരിയൽ വാലി അതേപടി ചെയ്തു വെക്കുക എന്നുള്ള അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പ്രൈസ് പ്രൊപ്പോർഷൻ നോക്കുമ്പോഴും ക്വാളിറ്റി, പെർഫോമൻസ്, ലോങ്ജിവിറ്റി, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എപ്രകാരം അത് നിൽക്കുന്നു, ഇതെല്ലാം നോക്കുമ്പോൾ വർത്താണ്. ഇമ്പീരിയൽ വാലിയുടെ അതേ സെയിം മണം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കുറെ കൂടി വേറെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇമ്പീരിയൽ വാലി അല്പം ഷാർപ്പാണെങ്കിൽ ഇത് കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇമ്പീരിയൽ വാലി എല്ലാ ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മണം സിമ്പിളാണ്, ആ ഒരു ഹെർബൽ അരോമാറ്റിക് ഫ്രഷ്. ഇനി സിട്രസ് നോട്ടുണ്ട്, അതുപോലെ തന്നെ ഊതിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. ഊതെന്ന് പറയുന്നത് ഉണങ്ങിയ ഊതിന്റെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മണത്തിട്ടുള്ള കൊഴുത്ത അല്ലെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ പുകയുടെ മണമോ ഉള്ള ഊതല്ല, മറിച്ച് പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ചപ്പ് കലർന്ന അല്ലെങ്കിൽ വളരെ ജീവൻ ഉള്ള ഫ്രഷ് ആയിട്ടുള്ള ഊത്, പച്ച നിറത്തിലുള്ള ഊത്. അത്
ഒരു പച്ച തൈലം പോലെയുള്ള ശുദ്ധമായ ഊത്, ഉണങ്ങാത്ത അല്ലെങ്കിൽ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ മൂക്കിൽ ഒരു ഇടി കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഊതല്ല, മറിച്ച് ഫ്രഷ് ഹെർബൽ ഊത്, ബൊട്ടാനിക്കൽ ഊത്. അതെ, ബൊട്ടാനിക്കൽ ഊത് എന്നുള്ള വാക്കാണ് ഞാൻ ഇവിടെ കടമെടുക്കുന്നത്. ആ ഒരു ബൊട്ടാനിക്കൽ ഫ്രഷ്നസ്സോട് കൂടിയ ഊതിന്റെ മണം, ഒപ്പം നാരങ്ങയും പിന്നെ ദവാനയുടെയും ബെർഗാമോയുടെയും പിങ്ക് പെപ്പർ ഇതിന്റെയൊക്കെ നോട്ട് ചേർന്നിട്ടുള്ള ഒരു ഫ്രഷ് സ്മെല്ലാണ്. ഒരു ദിവസം പൂർണ്ണമായി നിൽക്കും, ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വളരെ സ്ട്രോങ് ആണ്. ഒരു പെർഫ്യൂം നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അത്രയേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ. ഇനി ഇതിന്റെ പെർഫോമൻസ്, ഞാനത് കൂടുതൽ വലിച്ചു നീട്ടാത്തതിന്റെ കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ഇമ്പീരിയൽ വാലി അറിയാം, കണ്ടിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്, സ്മെല്ല് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മണം ഇതിൽ ചെയ്തു വെച്ചിരിക്കെ വീണ്ടും അതിനെക്കുറിച്ച് ഞാനൊരു ഖണ്ഡകാവ്യം പോലെ പറയേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ. ഇനി ഇതിന്റെ പെർഫോമൻസ് വളരെ ബീസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല, സ്പ്രേ ചെയ്യാതെ തന്നെ മൂക്കിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ മൂക്കിൽ കുറേ നേരം ആ മണം അവിടെ നിൽക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആണ്. ചെറിയൊരു മോളിക്യൂള് മതി നല്ലപോലെ അത് പിടിച്ചിരുന്ന് പ്രൊജക്ട് ചെയ്യാൻ. സോ ലോങ്ജിവിറ്റി 8-9 മണിക്കൂറാണ്. രാവിലെ അടിച്ചാൽ അത്രയും നേരം നിൽക്കും. പെർഫോമൻസ് ഉണ്ട്. പ്രൊജക്ഷൻ 4 മണിക്കൂർ പ്രൊജക്ഷൻ ഉണ്ട്. സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്, വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ്. സെന്റ് ക്ലൗഡ് ഒരു 4-5 പേര് ചുറ്റി നിന്നാലും അവരെയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ സെന്റ് ക്ലൗഡ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റേജിങ് ഉണ്ട്. സെന്റ് ക്ലൗഡ് വലുതാണ്, ലോങ്ജിവിറ്റി ഉണ്ട്. ഏത് കാലാവസ്ഥയിൽ എടുക്കണം? ഇപ്പോഴത്തെ കാലാവസ്ഥ, വെയില്, അത്യുഷ്ണം, ചൂട്, പൊടി, പുറത്ത് പോകുന്ന ജോലിയുള്ളവര് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ വെയിലാണ് മെയിനായിട്ട് വേണ്ടത്. രാവിലെയും ഉച്ചയ്ക്കും ഉപയോഗിക്കാം, രാത്രിയും ഉപയോഗിക്കാം, വൈകുന്നേരം ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാലാവസ്ഥയിൽ അങ്ങനെയൊന്നുമില്ല, ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ്, ഫ്രഷ് പെർഫ്യൂം ആണ്, അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. ഇപ്പോൾ പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും സ്ട്രോങ്, ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം, ഏത് സീസണിൽ ഉപയോഗിക്കാം. വെയിലത്ത് പോകുമ്പോൾ, ഓഫീസിനകത്ത്, ഓഫീസിന് വെളിയിൽ, ഏത് മേഖലയിലുള്ളവർക്ക് ഉപയോഗിക്കാം. കയർ എന്നെ ഇപ്പോൾ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി. റേഹാന് ശേഷം അതിനേക്കാൾ ഒരുപടി ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ ക്വാളിറ്റിയും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്. നമ്മൾ അതാണല്ലോ നോക്കുന്നത്. പെർഫ്യൂമിൽ നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വിലയ്ക്ക് തകുന്ന ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ സെക്കൻഡറി ആണ്, ഇതിലെല്ലാം ഉണ്ട്.